ശ്രീദേവിയുടെ കേസിന്റെ വിധി പറഞ്ഞു രവിട്ട. ആ കുട്ടി വെറുതെ വിട്ടോ? ഇല്ല, 7 വർഷം ശിക്ഷിച്ചു. അയ്യോ പാവം, ആ കുട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോയി രവിട്ട. നിനക്ക് ഇതേക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ചോദിക്കാനില്ലേ? ഞാനിന്ന് നേരത്തെ വന്നത് നിനക്ക് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞുകൊണ്ടാ. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചതാ. പിന്നെ ഞാൻ ആൾസോക്ക് അടിച്ചെന്നെ വരത്തുള്ളായിരുന്നു. ആ പാവം പെൺകുട്ടിയെ 7 വർഷം ശിക്ഷിച്ചതിന്റെ ആഘോഷത്തിനായിരിക്കും. കഷ്ടമുണ്ട് രവിട്ട. നിങ്ങൾ വക്കീലന്മാർക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. ഞങ്ങൾ വക്കീലന്മാർക്ക് ഒരൊറ്റ സെന്റിമെന്റ്സേ ഉള്ളൂ, അവരവരുടെ ഭാര്യ, കുട്ടികൾ, കുടുംബം. എന്നാൽ ഈ വക്കീൽ പണി അത്ര നല്ല ജോലിയൊന്നുമല്ല. നിരപരാധിയാണ് ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ ശാപം രവിയേട്ടനല്ലേ കിട്ടൂ. ഇന്നെ വല്ല നാട്ടുമ്പുറത്തുള്ള വാദ്യന്മാരോ വല്ല മൃഗഡോക്ടർമാരോ ആരെങ്കിലും കെട്ടാണ്ടിരുന്നത്. എന്നധികം കളിയാക്കൊന്നും വേണ്ട കേട്ടോ. എന്റെ പൊന്ന് എന്ത് കുട്ടി, നമുക്ക് ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? വാ, അമ്പലത്തിൽ പോണ്ടേ? വിളിക്കൂ. എന്താ പേര്? ശ്രീദേവി. ഗർഭിണിയാണല്ലേ? ജയിൽ ഡോക്ടറെ കാണിച്ചിട്ട് അഡ്മിറ്റ് ചെയ്താൽ മതി. യെസ് സർ. പൊയ്ക്കോളൂ. സർ, യു ക്യാൻ ഗോ. പ്രിയമുള്ളവർ, CAC-യുടെ ഗാനങ്ങൾ ആരംഭിക്കുക. ആദ്യമായി ഇനി എത്ര രാഗങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം പാടുന്നത് ശ്രീദേവി. അല്ല, ശ്രീദേവി ഉറക്കമായോ? വീടെത്തി? വരട്ടെ. ശരി. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ പറ്റോളാം.
ട്രൂപ്പിൽ നിന്ന് മാനേജർ സാർ പറഞ്ഞിട്ട് വന്നതാ. മാനേജർ സാറോ? അതെ. നിങ്ങളോ? എന്തായി പാതിരാത്രി? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ട്രൂപ്പ് മാനേജറുടെ പേര് പറഞ്ഞാലേ വാതിൽ തുറക്കുമെന്ന് എനിക്കറിയാം. ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ആരോഗ്യവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി കയറി വരുന്നത് എന്തിനായിരിക്കും? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകും. ഇല്ലെങ്കിൽ നീ എന്താ വെച്ചൊന്നും കഴിക്കത്തില്ലേ? മണി 5 ആയല്ലോ. ആദ്യമൊക്കെ ഇങ്ങനെയാ, 1-2 ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ തോന്നൂല. പിന്നെ കൈ കിട്ടുന്നതൊക്കെ വാരി വലിച്ചു തിന്നോളൂ. എന്താ അവിടെ? ഒന്നുമില്ല. മതി മതി പോ. ഗുഡ് ഈവനിങ് കുട്ടി. എന്താ രവിട്ട ഇന്ന് ലേറ്റായി? ഉച്ചയ്ക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത്? ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? എന്ത് ചോദിച്ചാലും ഞാൻ ചായ എടുത്തോണ്ട് വരാം. വേണ്ട. എന്താ? അത് എനിക്കറിയാം, ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? പിന്നെ കുടിക്കുന്ന ദിവസമാ രവിട്ടൻ ഹാൾസും ചോദിച്ചോണ്ട് വരുന്നത്. നീ നമ്മുടെ അഡ്വക്കേറ്റ് മോഹന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ അടിക്കണമെന്ന് അവനൊരു വാശി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ സമ്മതിക്കണ്ടേ? അതെ അതെ, കുടിക്കാൻ ഓരോരോ കാരണങ്ങൾ. എന്തിനാ രവിട്ടൻ ഇങ്ങനെ തുടങ്ങുന്നത്? അത് കൊള്ളാം. അല്ല, നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 2-2.5 വർഷമായില്ലേ? എന്നിട്ട് നിന്റെ എന്തിട്ടാ കുട്ടിയെ എന്നുള്ള ഈ വള്ളുവനാടൻ ഭാഷ മാറ്റാറായില്ലേ? വേണ്ട വേണ്ട, മറിക്കാനൊന്നും നോക്കണ്ട. ചൂടാകാതെ മാഡം, നമുക്ക് വഴിയുണ്ടാക്കാം. വാ. എന്താണ് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഗർഭത്തിന്റെ ലക്ഷണമാണ്. അല്പ പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കും. ഇവരെന്നെ വേഗം വാർഡിലേക്ക് കൊണ്ടുപോകും. പോണോ? ഒന്നും പറഞ്ഞു പോലുമില്ല, എന്താണെന്നൊന്നും പറഞ്ഞും കൂടെ ഇല്ല. എന്നാലും അവൾ ഒപ്പിച്ചോണ്ട് ആളോടി വന്നത് ഭയങ്കര. പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടന്ന ശരീരം ഒന്നും അളക്കരുത്. എന്താണ് ഡോക്ടർ സാറേ വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. അധികം യാത്രയൊന്നും ചെയ്യണ്ട. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് തരാം. അപ്പോഴേ എന്താ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു? ചുമ്മാ ഇരിക്കെ വിട്ട.
ഇതാ ടാബ്ലറ്റ്. മേനോൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയാ നടക്കും തോന്നുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശാന്തർത്തി, മേനോൻ ചേട്ടന്റെ പേര് വീരരാഘവ മേനോൻ എന്നാണെങ്കിലും വീട്ടിൽ വന്ന ശാന്തരാഘവ മേനോനായിട്ട് മാറുമല്ലോ. അത് രവി എന്നെ ഒന്ന് വാരിയതാണല്ലോ. ആ, സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു. അല്ല, ഇതാര്? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. മേനോൻ ചേട്ടനെ കണ്ടു പോകാന്ന് കരുതി. ഇവർ കാപ്പ് കൊടുത്തു ശാന്തമ്മ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പോട്ടെ എടുത്തി, പറഞ്ഞതൊക്കെ മറക്കരുത്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. വരട്ടെ. ഓക്കെ, വരട്ടെ. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെങ്ങനെ വാങ്ങിക്കാനാ? കാലത്ത് ചെന്നപ്പോ മുതലേ ഏടാകൂടങ്ങളാ. അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ? അവന്മാരെ അയച്ചാ ഒത്തിരി മുതലാവും. കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാര് കക്കും. അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന. അവന്മാരാകുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ് മോഷ്ടിക്കല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികള്. പോകാൻ രവിട്ട, സമയം ഒരുപാടായി. ശാന്തടുത്ത് കാണണ്ട. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്ക് പറയാ. ശാന്തടുത്ത് ചോദിച്ചാ രവിയിട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ. അതിനിപ്പോഴേ റെസ്റ്റ് എടുക്കണം. മാസത്ര കിടക്കുന്നു. ഈ രവിയേട്ടന് ഒന്നും അറിഞ്ഞൂടാഞ്ഞിട്ടാ. അത് ഞാൻ പ്രസവിച്ചിട്ടില്ല. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മുത്തശ്ശിയുടെ കത്തുണ്ടായിരുന്നു. എന്താ നാട്ടിലെ വിശേഷം? എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാസക്കണക്ക് നോക്കിയിരിക്കത്ര. പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ? നിനക്ക് പോണമെന്നുണ്ട്. രവിയേട്ടനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരൂ. പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരുടെ അവകാശമോ? എന്ത് അവകാശമായാലും കൊള്ളാം. ഇവിടെ ആവുമ്പോ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. ആദ്യത്തെ മണിക്കൂട്ടന്റെ പ്രസവം ഇവിടെ, സെക്കൻഡ് മണിക്കുട്ടിയുടെ പ്രസവം അവിടെ. എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. ആ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഉള്ളന്നൂലും മറ്റും വാങ്ങാനുണ്ട്. വെറുതെ ഇരിക്കുമ്പോ കുട്ടിയുടുപ്പ് തന്നെയാ. മണിക്കുട്ടനോ അതോ മണിക്കുട്ടിക്കോ? കുട്ടിയുടുപ്പ് മണിക്കുട്ടനും മണിക്കുട്ടിക്കും ഇടാം. രണ്ടെണ്ണം. വണ്ണം കുറയുന്നില്ലല്ലോ. അതെങ്ങനെ പറയാനാ? നമ്മുടെ റേഷനല്ലേ തിന്നുന്ന. ഒരു പുതിയ സാധനം വരുന്നുണ്ട്. എന്താ പേര്? രജനി. എന്ത് തെറ്റ് ചെയ്തിട്ടാ രജനി ഇവിടെ? എന്താ ഇവിടെ? പോയി ജോലി. ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തു പോയാ പുതിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക്, രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷയാ? ഒരു നിമിഷത്തെ ശിക്ഷ. മനസ്സിലായില്ലല്ലേ? ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ. തൂക്കുമരവും കാത്തുകിടക്കുന്ന കൊലയാളിയാണ് ഞാനിന്ന്. ഇരട്ട കൊലപാതകം. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ. ഒരു കണക്കിന് ജീവപര്യന്തത്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ. വർഷങ്ങളോളം ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ആത്മപീഡനം അനുഭവിക്കേണ്ടല്ലോ. ഇനി 5 മാസവും 5 ദിവസവും. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം.
രജനി, രജനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു. ശ്രീദേവിക്കറിയാമോ, ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. നീണ്ട 5 വർഷത്തെ ദൈവികമായ പ്രേമത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത്. മകളുടെ ഭർത്താവിനെ സ്വന്തം മകനായും ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയെയും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം. പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യിൽ കിട്ടിയ കൊടുവാളെടുത്ത് വെട്ടി രണ്ടിനെയും കൊന്നു.